നമസ്കാരം. ഒരു നിമിഷം ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ഒരു കാലത്ത് നിങ്ങൾക്കേറെ പ്രിയപ്പെട്ടവരായിരുന്ന, നിഴൽ പോലെ കൂടെ നടന്നിരുന്ന ചില ആളുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോയിട്ടുണ്ടോ? വിളിക്കാതെ തന്നെ സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിലെത്തിയിരുന്നവർ പിന്നീട് പതിയെ അകന്നു മാറിപ്പോയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആരുടെയെങ്കിലും വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ ചില കൈപേറിയ അനുഭവങ്ങൾ മൂലം ഇനി അവിടെ പോകേണ്ടെന്ന് നിങ്ങൾ നിശബ്ദമായി തീരുമാനിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകാത്തവർ ചുരുക്കമായിരിക്കും. ബന്ധങ്ങൾ ഇല്ലാതാകുന്നത് പലപ്പോഴും വലിയ വഴക്കുകൾ കൊണ്ടോ വലിയ തെറ്റുകൾ കൊണ്ടോ അല്ല, മറിച്ച് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില വാക്കുകളും പെരുമാറ്റങ്ങളും കൊണ്ടാണ്. മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് അവൻ്റെ ആത്മാഭിമാനമാണ്. പണവും പ്രശസ്തിയും ഉണ്ടെങ്കിലും ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ചെറിയ അനുഭവം മതി വർഷങ്ങളായി സൂക്ഷിച്ച സ്നേഹബന്ധങ്ങൾ തകർന്നു പോകാൻ. പലരും വിശ്വസിക്കുന്നത് വീട്ടിൽ വരുന്നവർക്ക് നല്ല ഭക്ഷണവും ആദരവും നൽകിയാൽ അതിഥി സത്കാരം പൂർത്തിയായി എന്നാണ്. എന്നാൽ യഥാർത്ഥ ആദരം ഭക്ഷണത്തിലോ സമ്മാനത്തിലോ മാത്രമല്ല ഉള്ളത്. ഒരാളെ കാണുന്ന രീതിയിലും സംസാരിക്കുന്ന ശൈലിയിലും അവർക്ക് നൽകുന്ന അനുഭവത്തിലുമാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ അതിഥിയുടെ മനസ്സിൽ മായാത്ത മുറിവായി മാറിയേക്കാം. വീട്ടിലേക്ക് വരുന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വീടുകളിൽ ഐശ്വര്യവും സമാധാനവും കുറയുമെന്ന് പഴയ തലമുറ പറയാറുണ്ട്. അതിനെ കേവലം വിശ്വാസമായി മാത്രം കാണേണ്ടതില്ല. മനുഷ്യബന്ധങ്ങളുടെയും മനഃശാസ്ത്രത്തിൻ്റെയും ആഴമുള്ള സത്യമാണ് അതിനുള്ളിലുള്ളത്. മറ്റുള്ളവരുടെ മനസ്സിനെ ആദരിക്കുന്ന വീടുകളിലാണ് സ്നേഹവും സന്തോഷവും നിലനിൽക്കുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പലരും അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ചില പെരുമാറ്റങ്ങളെക്കുറിച്ചാണ്. ചെറിയ കാര്യങ്ങളായി തോന്നുമെങ്കിലും ഇവയുടെ പ്രത്യാഘാതം ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്നേക്കാം. നമ്മുടെ പടിവാതിൽക്കൽ വരുന്ന അതിഥികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകളെക്കുറിച്ച് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. നമ്മൾ സ്നേഹത്തോടെ വിളമ്പുന്ന സദ്യയേക്കാളോ അല്ലെങ്കിൽ നൽകുന്ന ചായയേക്കാളോ അവർ ശ്രദ്ധിക്കുന്നത് നമ്മൾ അവരെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലാണ്. നമ്മുടെ നോട്ടത്തിലും സംസാരത്തിലുമാണ് ആദരവ് പ്രതിഫലിക്കുന്നത്. ചാണക്യന്റെ ഏറ്റവും ശക്തമായ 7 തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വീട്ടിൽ വരുന്നവരോട് നാം അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തെയും ബന്ധങ്ങളെയും തകിടം മറിക്കുന്ന ആ 7 വലിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഒന്നാമത്തെ തന്ത്രം, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുഖത്ത് വിരിയുന്ന ഭാവവും ശരീരഭാഷയുമാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നറിയാൻ അയാളുടെ കണ്ണുകളിലേക്കും മുഖത്തെ പേശികളിലേക്കും നോക്കിയാൽ മതിയെന്ന് ചാണക്യൻ പണ്ടേ വ്യക്തമാക്കിയതാണ്. ഇന്നത്തെ നമ്മുടെ വീടുകളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ജോലി തിരക്കിലോ ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ ടിവിയിൽ മുഴുകിയിരിക്കുമ്പോഴോ ആയിരിക്കും പെട്ടെന്നൊരു അതിഥി വരുന്നത്. അത് ജ്യേഷ്ഠനോ അനിയത്തിയോ പഴയകാല സുഹൃത്തോ ആവാം. അവരെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചെറിയ അസ്വസ്ഥതയോ അല്ലെങ്കിൽ എൻ്റെ സമയം കളയാൻ വന്നവർ എന്ന മട്ടിലുള്ള ഭാവമോ വന്നാൽ അത് വന്നയാൾക്ക് കൃത്യമായി മനസ്സിലാകും. നമ്മൾ ചിരിച്ചുകൊണ്ട് അത് മറച്ചുവെച്ചെന്ന് കരുതിയാലും അവഗണനയുടെ ആ നിമിഷം മനുഷ്യ മനസ്സ് പെട്ടെന്ന് തിരിച്ചറിയും. പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ചയുണ്ട്. സാധാരണ വീടുകളിൽ ചെന്നാൽ ഉമ്മറത്തേക്കിറങ്ങി വന്ന് ആഹാ നീയോ എന്ന് ചോദിച്ച് കൈപിടിച്ച് സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന വലിയ സന്തോഷമുണ്ട്. അവിടെ അവർക്ക് ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ലെങ്കിൽ കൂടി വന്നയാളുടെ മനസ്സ് നിറയും. നേരെ മറിച്ച് വലിയ നഗരങ്ങളിലെ ആഡംബര ഫ്ളാറ്റിലോ ബംഗ്ലാവിലോ ചെന്ന് സോഫയിലിരിക്കാൻ ആംഗ്യം കാണിച്ച് മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ വിശേഷങ്ങൾ ചോദിച്ചാൽ അവിടെ ആ ബന്ധത്തിന്റെ ജീവൻ അപ്പോൾ തന്നെ അവസാനിക്കും. വീട്ടിൽ വരുന്ന അതിഥിയെ ഒരു ഭാരമായി കാണരുത്. അവർ വരുന്നത് സോഫയിലിരിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടിയാണ്. അവരെ കാണുമ്പോൾ മുഖത്തൊരു യഥാർത്ഥ പുഞ്ചിരി പോലുമില്ലെങ്കിൽ പിന്നീട് എത്ര വലിയ സദ്യ കൊടുത്താലും അതിന് വിലയില്ല. അത് അവരുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് നമ്മൾ വിചാരിച്ചാലും വലിയ അകൽച്ചകൾക്ക് കാരണമാകുന്നത് ഇത്തരം പെരുമാറ്റങ്ങളാണ്. ഇനി വരുന്നത് പലരും അഹങ്കാരത്തോടെ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അത് നമ്മുടെ ഉള്ളിലെ പണക്കൊഴുപ്പും നാട്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ തന്ത്രം, വീട്ടിലെത്തുന്നവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ സമ്പത്തിനെക്കുറിച്ചോ മക്കളുടെ നേട്ടങ്ങളെക്കുറിച്ചോ സ്വന്തം പ്രതാപത്തെക്കുറിച്ചോ അനാവശ്യമായി വീമ്പിളക്കുന്നതാണ്. ഇത് പലരും അറിയാതെ ചെയ്തു പോകുന്ന വലിയൊരു അബദ്ധമാണ്. വീട്ടിൽ വരുന്ന എല്ലാവരും ഒരേ സാമ്പത്തിക നിലയിലുള്ളവർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ചിലപ്പോൾ കടുത്ത കടബാധ്യതകൾ കാരണം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ബന്ധുവായിരിക്കാം നിങ്ങളെ കാണാൻ വരുന്നത്. അല്ലെങ്കിൽ വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു പഴയ സുഹൃത്തായിരിക്കാം മുന്നിലിരിക്കുന്നത്. അവരുടെ മുന്നിലിരുന്ന് ഞാൻ കഴിഞ്ഞ മാസം ഇത്ര ലക്ഷം രൂപ മുടക്കി പുതിയ വാഹനം വാങ്ങി, മകന് വലിയ ഇന്റർനാഷണൽ സ്കൂളിലാണ് പ്രവേശനം ലഭിച്ചത്, ഈ വീട്ടിലെ ഫർണിച്ചറുകൾ വിദേശത്തുനിന്ന് കൊണ്ടുവന്നതാണ് എന്നൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. സ്വന്തം സമ്പത്തും നേട്ടങ്ങളും ഭാഗ്യങ്ങളും വിവേകമുള്ളവർ ഉള്ളിൽ ഒതുക്കുമെന്നാണ് ചാണക്യൻ പറയുന്നത്.
അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട ഒന്നല്ല. കൂടെയുള്ളവന്റെ അവസ്ഥയറിയാതെ നമ്മുടെ ഭാഗ്യം അവരുടെ മുന്നിൽ എടുത്തു പറയുമ്പോൾ അത് അവരിൽ വലിയ അപകർഷതാബോധമുണ്ടാക്കും. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നവർ ഉള്ളിൽ ചിന്തിച്ചു പോകും. ചിലപ്പോൾ നമ്മൾ അവരെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചാകില്ല ഇത് പറയുന്നത്, സംസാരത്തിനിടയിൽ വന്നു പോകുന്നതാകാം. എങ്കിലും കേൾക്കുന്നവന്റെ മനസ്സ് അപ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കില്ല. ഇന്ന് നമുക്കുള്ള സമ്പത്തും പ്രതാപവും നാളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായേക്കാം. കാലം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. നമ്മുടെ മുന്നിലിരിക്കുന്നയാൾക്ക് നമ്മളെക്കാൾ കുറവുകളുണ്ടെങ്കിൽ അവരെ സമന്മാരായി കണ്ട് സംസാരിക്കാൻ നാം ശീലിക്കണം. അല്ലാതെ നമ്മുടെ ഉയർച്ചകൾ കാണിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളെ പരിഹസിക്കരുത്. കുടുംബമഹിമകൾ മാത്രം പറയുന്ന വീടുകളിൽ നിന്ന് പാവപ്പെട്ട ബന്ധുക്കൾ കണ്ണീരോടെ പടിയിറങ്ങിപ്പോയിട്ടുണ്ടെന്ന സത്യം നാം മറക്കരുത്. മൂന്നാമത്തെ തന്ത്രം, അതിഥികളോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കോ പരാജയങ്ങളിലേക്കോ കടന്നുകയറി അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന മാരകമായ ശീലമാണിത്. വീട്ടിലെത്തുന്ന അതിഥിക്ക് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നതിന് മുൻപേ ചിലർ ചോദ്യശരങ്ങൾ തൊടുത്തു തുടങ്ങും. മോന് ഇതുവരെ ജോലിയൊന്നുമായില്ലേ? പ്രായം ഒരുപാടായല്ലോ? മോളുടെ കല്യാണം ഇനിയും നടന്നില്ലേ? എന്താണ് ആലോചനകൾ ശരിയാകാത്തത്? നിങ്ങൾക്കിപ്പോഴും ആ വാടക വീട്ടിൽ തന്നെയാണോ താമസം? സ്വന്തമായി ഒരിടം വാങ്ങിയില്ലേ? എന്നിങ്ങനെ നീളുന്നു ആ ചോദ്യങ്ങൾ. ചിന്തിച്ചു നോക്കൂ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ എത്ര വലിയ വിഷമവും ദേഷ്യവും ഉണ്ടാകും. സ്വന്തം സങ്കടങ്ങൾ അല്പനേരം മറന്ന് സമാധാനത്തോടെ ഇരിക്കാനോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ആണ് അവർ നിങ്ങളുടെ വീട്ടിലെത്തുന്നത്. അവരുടെ ജീവിതത്തിലെ മുറിവുകളിൽ വീണ്ടും ആഞ്ഞുകുത്താൻ നമുക്കെന്ത് അധികാരമാണുള്ളത്? ഒരാളുടെ ദാരിദ്ര്യത്തെയോ കുടുംബത്തിലെ അസ്വസ്ഥതകളെയോ മക്കളുടെ പരാജയങ്ങളെയോ പരസ്യമായി ചോദ്യം ചെയ്യുന്നത് അധർമ്മമാണെന്ന് ചാണക്യൻ വ്യക്തമായി പറയുന്നുണ്ട്. അത് വലിയൊരു പാപം കൂടിയാണ്. ഈ സ്വഭാവം കാരണം പല ബന്ധുക്കളും പരസ്പരം കാണാൻ പോലും മടിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ സഹിക്കാൻ വയ്യാതെയാണ് പല യുവാക്കളും ബന്ധുവീടുകളിലേക്ക് വരാൻ പോലും മടിക്കുന്നത്. വിശേഷങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്, ഒരു സുഖവിവര അന്വേഷണമാകാം. പക്ഷേ അത് അവരുടെ സ്വകാര്യതയെയും വേദനകളെയും മാനിച്ചുകൊണ്ടായിരിക്കണം. അവർ സ്വന്തമായി അവരുടെ സങ്കടം പങ്കുവെക്കുന്നതുവരെ നമ്മളായിട്ട് അവരുടെ ജീവിതത്തിലെ പരാജയങ്ങളെ തോണ്ടി പുറത്തിടരുത്. അത് നമ്മളോടുള്ള ബഹുമാനം ഇല്ലാതാക്കുക മാത്രമല്ല, അവരെ നമ്മുടെ വീടിന്റെ പടിവാതിൽക്കൽ നിന്ന് എന്നേക്കുമായി അകറ്റുകയും ചെയ്യും. എന്നാൽ അതിഥികൾ വീട്ടിൽ നിൽക്കുന്ന ആ കുറഞ്ഞ സമയത്ത് നമ്മൾ കാണിക്കുന്ന മറ്റൊരു വലിയ അബദ്ധം കൂടിയുണ്ട്. നാലാമത്തെ തന്ത്രം, അതിഥികൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളോട്, അതായത് പങ്കാളിയോടോ മക്കളോടോ ദേഷ്യപ്പെടുകയോ ഉറക്കെ വഴക്കിടുകയോ ചെയ്യുന്നതാണ്. പല വീടുകളിലും വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒന്നാണിത്. അതിഥികൾ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് അടുക്കളയിലോ അല്ലെങ്കിൽ എല്ലാവരും ഇരിക്കുന്ന ഉമ്മറത്തു വെച്ചോ പങ്കാളിയോട് ദേഷ്യപ്പെടുകയോ കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അവരെ ക്രൂരമായി അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നത് തീരെ ശരിയല്ല. ഇത് നമ്മൾ സ്വന്തം കുടുംബകാര്യമാണെന്ന് കരുതുമ്പോഴും അവിടെ ഇരിക്കുന്ന അതിഥിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് ചെറുതല്ല. ഞങ്ങൾ വന്നതുകൊണ്ടാണോ ഇവിടെ പ്രശ്നമുണ്ടായതെന്ന ചിന്ത അവരിൽ ഉദിക്കും. നമ്മുടെ സാന്നിധ്യം ഇവർക്ക് ബുദ്ധിമുട്ടായോ എന്നവർ സംശയിച്ചു പോകും. വീടിന്റെ അന്തരീക്ഷം ശാന്തവും മനോഹരവുമായിരിക്കുമ്പോൾ മാത്രമേ അതിഥികൾക്ക് സമാധാനം ലഭിക്കൂ എന്ന് ചാണക്യൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആതിഥേയൻ സന്തോഷവാനായിരിക്കണം. സ്വന്തം വീട്ടിൽ വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വഴക്കിടുമ്പോൾ അത് കാണുന്ന അതിഥിക്ക് നമ്മളോടുള്ള ബഹുമാനം ഇല്ലാതാകും. പുറമെ വലിയ കാര്യങ്ങൾ പറയുന്ന ഇവരുടെ വീടിന്റെ ഉള്ളിലിരിപ്പ് ഇതാണോ എന്നവർ ചിന്തിച്ചു പോകും. ഒരു നല്ല മനുഷ്യൻ ഒരിക്കലും സ്വന്തം വീടിന്റെ ദൗർബല്യങ്ങളും വഴക്കുകളും പുറത്തുനിന്നുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിഥികൾ യാത്ര പറഞ്ഞ ശേഷം മാത്രം അത് ശാന്തമായി സംസാരിച്ചു തീർക്കുക. അവരുടെ മുന്നിൽ വെച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് അവരെ പരോക്ഷമായി അപമാനിക്കുന്നതിന് തുല്യമാണ്. അഞ്ചാമത്തെ തന്ത്രം, വീട്ടിൽ വന്നവർക്ക് ഭക്ഷണമോ വെള്ളമോ നൽകുമ്പോൾ കാണിക്കുന്ന താൽപ്പര്യക്കുറവും ലോഭവുമാണ്. വിശന്നു വരുന്നവന് ഭക്ഷണം നൽകുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെയില്ലെന്ന് ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിഥി ദേവോ ഭവ എന്ന ആദർശം നാം പഠിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ ശത്രു വന്നാൽ പോലും ഒരു ഗ്ലാസ് പച്ചവെള്ളം നൽകുന്ന പതിവുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് ചില സമയത്ത് നമ്മൾ ഭക്ഷണം നൽകുന്ന രീതി ഒട്ടും ശരിയല്ല. വലിയ ബാധ്യത തീർക്കുന്ന മട്ടിൽ മടിയോടെ ചായയോ പലഹാരമോ എടുത്തു നൽകുന്നത് തീരെ മര്യാദയല്ല. വീട്ടിൽ പലഹാരങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വെറും കൈയോടെ ഇരുത്തുന്നതും ശരിയല്ല. നിങ്ങളുടെ വീട്ടിൽ വന്നവർ വലിയ സദ്യ കഴിക്കാൻ വന്നതല്ലെന്ന് ഓർക്കണം. ദാഹമോ വിശപ്പോ ഇല്ലെങ്കിൽ കൂടി നമ്മൾ നൽകുന്ന ആഹാരത്തിൽ സ്നേഹം നിറഞ്ഞിരിക്കണം. കൈവശമുള്ളത് എന്താണെങ്കിലും അതൊരു ചെറിയ ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും സന്തോഷത്തോടെ അവർക്ക് നൽകണം. മുഖം കറുപ്പിച്ച് പാത്രങ്ങൾ ശബ്ദത്തോടെ വെച്ച് ഭക്ഷണം നൽകിയാൽ ആ ഭക്ഷണം കഴിക്കുന്നവന്റെ ഉള്ളിൽ അത് വിഷമായി മാറും എന്ന് ശാസ്ത്രം പറയുന്നു. അതിഥികളുടെ സാമ്പത്തികാവസ്ഥ നോക്കി ചായയുടെയും പലഹാരത്തിന്റെയും നിലവാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് മറ്റൊരു വലിയ തെറ്റാണ്. വലിയ കാറിലെത്തുന്ന പണക്കാരൻ വരുമ്പോൾ മികച്ച പലഹാരങ്ങളും സാധാരണക്കാരൻ വരുമ്പോൾ പഴയ വറ്റലും നൽകുന്ന ശീലം നിങ്ങളുടെ ഉള്ളിലെ തരംതാണ ചിന്തയെയാണ് കാണിക്കുന്നത്.
ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒന്നാണ്. ആരെയും അവരുടെ സമ്പത്ത് നോക്കി സൽക്കരിക്കരുത്. എന്നാൽ അതിഥികൾ കുറച്ചു ദിവസം താമസിക്കാൻ വരുമ്പോൾ പലരും കാണിക്കുന്ന മോശം പ്രവണതകളെക്കുറിച്ചാണ് അടുത്ത തന്ത്രത്തിൽ പറയുന്നത്. 6ാമത്തെ തന്ത്രം: അതിഥികൾ വീട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ വിലയേറിയ സമയം അവർക്ക് നൽകാതെ സ്വന്തം തിരക്കുകളിൽ മാത്രം മുഴുകിയിരിക്കുന്നതാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഈ പ്രവണത ഏറെ വർദ്ധിച്ചിരിക്കുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും വലിയ ആഗ്രഹത്തോടെ നിങ്ങളെ കാണാനെത്തുന്നവർ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമാണ്. പഴയകാല വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും കുറച്ചുനേരം സംസാരിക്കാനുമാണ് അവർ വരുന്നത്. എന്നാൽ നമ്മൾ ലാപ്ടോപ്പിലോ ജോലിയിലോ സോഷ്യൽ മീഡിയയിലോ TV സീരിയലുകളിലോ മുഴുകി അവരെ ലിവിംഗ് റൂമിൽ ഒറ്റയ്ക്കിരുത്തുന്നത് ശരിയല്ല. അവരോട് സംസാരിക്കാൻ പോലും തയ്യാറാകാതിരിക്കുന്നത് വലിയൊരു വീഴ്ചയാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥിയുടെ സമയം വിലപ്പെട്ടതാണെന്നും അവർക്ക് നിങ്ങളുടെ സാന്നിധ്യവും ശ്രദ്ധയും നൽകുന്നതാണ് യഥാർത്ഥ ആദരവെന്നും ചാണക്യൻ പഠിപ്പിക്കുന്നു. നമ്മൾ അവരോടൊപ്പം ഇരുന്ന് വിശേഷങ്ങൾ ചോദിച്ചറിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മാനസികമായ ആശ്വാസം ചെറുതല്ല. നാട്ടിൻപുറങ്ങളിൽ പണ്ട് അതിഥികൾ വന്നാൽ ജോലികളെല്ലാം മാറ്റിവെച്ച് അവരോടൊപ്പം ഇരിക്കുകയും കഥകൾ പറയുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ഒരേ മുറിയിലിരുന്നിട്ടും ഓരോരുത്തരും ഓരോ ഫോണിലേക്ക് നോക്കി ലോകം മറന്നിരിക്കുകയാണ്. ഇത് വരുന്നവർക്ക് മടുപ്പും അപമാനവും ഉണ്ടാക്കും. ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ ഇരിക്കേണ്ടി വന്നല്ലോ എന്ന് അവർ ചിന്തിച്ചു പോകും. അതിഥിയെ വീട്ടിൽ വരുത്തി മാനസികമായി ഒറ്റപ്പെടുത്തുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. 7ാമത്തെ തന്ത്രം: അതിഥികൾ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരത്ത് നാം കാണിക്കുന്ന ചില മനോഭാവങ്ങളാണ്. ചില വീടുകളിൽ അതിഥികൾ യാത്ര പറയാൻ ബാഗ് എടുക്കുമ്പോൾ തന്നെ വീട്ടുകാർക്ക് വലിയ ആശ്വാസമാണ്. ഇനി സമാധാനമായി ഉറങ്ങാമല്ലോ എന്ന മട്ടിൽ അവരുടെ മുഖത്ത് പ്രകാശം വരുന്നത് കാണാം. വണ്ടി കയറാൻ നിൽക്കുമ്പോൾ ധൃതി കൂട്ടുന്നതും അവർ നടന്നു നീങ്ങുമ്പോൾ തന്നെ വാതിലുകൾ വലിയ ശബ്ദത്തോടെ അടയ്ക്കുന്നതും സംസ്കാരമില്ലാത്ത ശീലങ്ങളാണ്. ഒരു ബന്ധത്തിന്റെ ഭംഗിയിരിക്കുന്നത് അതിന്റെ അവസാന നിമിഷങ്ങളിലാണ് എന്ന് ചാണക്യൻ പറയുന്നു. സന്തോഷത്തോടെ വന്ന് നല്ല സമയം ചെലവഴിച്ച് മടങ്ങുമ്പോൾ ആ യാത്രയപ്പ് വളരെ ഹൃദ്യമായിരിക്കണം. അവർ മുറ്റം കടന്ന് റോഡിലേക്ക് പോകുന്നത് വരെ നമ്മൾ ഉമ്മറത്ത് നോക്കി നിൽക്കണം. ഇനിയും വരണമെന്നും നിങ്ങളുടെ വരവ് വലിയ സന്തോഷമായിരുന്നുവെന്നും ഒരു വാക്ക് പറഞ്ഞു നോക്കൂ. ആ മനുഷ്യൻ വഴിനീളെ നിങ്ങളുടെ നല്ല മനസ്സിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. ജീവിതത്തിൽ നാം സമ്പാദിക്കേണ്ടത് ബാങ്ക് ബാലൻസ് മാത്രമല്ല, ഇതുപോലെയുള്ള നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും സ്നേഹവുമാണ്. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ നൽകുന്ന ബഹുമാനവും സ്നേഹവും നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യമായി അനുഗ്രഹമായി തിരികെ വരും. ജീവിതം വലിയൊരു യാത്രയാണ്. ആരൊക്കെ എപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മളെ തേടി വരുന്ന ആ വ്യക്തിയായിരിക്കാം നാളെ വലിയൊരു ആപത്തിൽ നമ്മളെ സഹായിക്കാനെത്തുന്നത്. അതിനാൽ പടിവാതിൽക്കൽ സ്നേഹത്തോടെ വരുന്ന ഒന്നിനെയും നിസ്സാരമായി കാണരുത്. അത് ഒരുപക്ഷെ വലിയൊരു ബന്ധത്തിന്റെ തുടക്കമായിരിക്കാം. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ പുസ്തകത്തിലെ ഉപദേശങ്ങൾ മാത്രമല്ല, ജീവിത വിജയത്തിനുള്ള വഴികളാണ്. ഈ ചിന്തകൾ മനസ്സിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഈ അറിവുകൾ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജീവിതഗന്ധിയായ ചിന്തകൾക്കായി ഈ ചാനൽ പിന്തുടരുക.